ഒന്നും അറിയാത്ത ഈ ആളുകളാണ്, NSSനെ പറ്റി ഒന്നും അറിയാത്ത ആളുകളാണ് ഈ വിഡിത്തരമൊക്കെ അടിച്ചു കൊടുക്കുന്നത്. NSS അങ്ങനെയാണ്, സുകുമാരനാരുടെ ആരുമില്ല, പിന്നെ എല്ലാം അവരുടെ കൂടെ, നായന്മാരൊക്കെ ഈ പറയുന്ന ആളിൻ്റെ കൂടെ എന്നൊക്കെയുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. വാസ്തവത്തിൽ അങ്ങനൊന്നുമല്ല. NSS നായന്മാർക്ക് NSSൻ്റെ നേതൃത്വത്തോട് 100% വിശ്വാസവുമാണ്, സപ്പോർട്ടുമാണ്. എന്തോ എനിക്കിപ്പോൾ അറിയുന്നില്ല. ആര് വരാൻ ആഗ്രഹിച്ചാലും ഞാൻ കാണും, ഒരു സംശയം. നമുക്ക് ആരും ശത്രുക്കള പാടില്ലല്ലോ. എൻ്റെ വീട്ടിലോട്ടല്ലല്ലോ വരുന്നത്, ഇവിടത്തോട്ടല്ലേ വരുന്നത്, ഇവിടെയോട്ടല്ലേ വരുന്നത്. പല സർവേ ഫലങ്ങളും വരുന്നുണ്ട്. ചിലതൊക്കെ UDF വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തും എന്നൊക്കെ പ്രവചിക്കുന്നുണ്ട്. സാറെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫീൽ ആയിരിക്കില്ല ഇനി ഉണ്ടാവുക എന്നൊക്കെ. അതൊന്നും ഗണിച്ച് പറയാൻ എനിക്ക് കഴിയില്ല. രാഷ്ട്രീയമായിട്ട് എനിക്ക് അത്രയും അത് പ്രസൻ്റായിട്ടുള്ള വിവരങ്ങളെല്ലാം നമ്മൾ ഇത് ചെയ്ത് പോകേണ്ടവരാണ്. രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ പറയാനൊക്കെ, അല്ലാതെ അതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരു സമുദായ പ്രവർത്തകന് അല്ലെങ്കിൽ സമുദായ നേതാവിന് ഇവിടുത്തെ രാഷ്ട്രീയ നിലവാരം എന്താണെന്ന് ഒന്നും പറയാനൊക്കെ. ആര് വേണേ പരിശോധിച്ചു. ഞങ്ങൾ ആരും ഒന്നും സാധിക്കാൻ ഇവരുടെ ആരുടെടുത്തും പഠിക്കാൻ പോയി യാചിക്കുന്നില്ല. നിയമപരമായി ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് കിട്ടണം. കിട്ടുന്നില്ല, ഞങ്ങൾ പിന്നെ കോടതിയെ അഭയം പ്രാപിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളെ അഭയം പ്രാപിക്കുകയില്ല. ഈ സർക്കാർ ഒരു സാമുദായിക സന്തുലനം മുന്നോട്ട് പോകുന്നതായിരുന്നു. അവർ സാമുദായികമായിട്ട് അവർ ആരെയും ഒന്നും ചെയ്യുന്നതായിട്ട് എനിക്കറിയില്ല. എല്ലാവരോടും ഒരു അങ്ങനെ മറ്റുള്ള ഈ വലതുപക്ഷത്തിൻ്റെ പോലെയോ അല്ലെങ്കിൽ BJPയുടെ പോലെയോ ആളുകൾ നോക്കിയെന്നല്ല. അവരുടെ പ്രവർത്തകരെ നോക്കി. അവിടെ ജാതിയോ മതമോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഇപ്പോൾ നിലവിലുള്ളത് എത്ര മന്ത്രിമാർ നായന്മാർക്കുണ്ട്? എത്ര നായന്മാരും അസംബ്ലിയിലുണ്ട്? അസംബ്ലിയിലല്ല, മന്ത്രിമാരായിട്ടുണ്ട് ഇപ്പോൾ ഇത്തവണ. ഒക്കെ അവരുടെ രാഷ്ട്രീയത്തിലൂടെ ജയിച്ചു വന്നു. അതിനൊന്നും നമ്മൾ അവകാശപ്പെടാനൊന്നും പോകുന്നില്ല. UDF വന്നാൽ പലയിടത്തും ചില കൊച്ചി മേയറുടെ കാര്യത്തിൽ ചില സഭകൾ ആവശ്യമില്ലാതെ ഇടപെടുന്നു. അങ്ങനെ ഒരു സാമുദായിക സംഘടനകളുടെ അമിതമായ ഇടപെടൽ UDF ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നുണ്ടോ? അതെന്താ സാമുദായിക നേതാക്കൾക്ക് ഇടപെടാൻ അവകാശമില്ല? എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? അല്ല, അവർക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല. ഈ സമുദായങ്ങളൊക്കെ വളർത്തിയെടുത്തതായി ഈ നമ്മുടെ ഈ നാടെന്ന് പറയുന്നത് ഇല്ലേ? ഇപ്പം നമ്മൾ കേരളം തന്നെ മൊത്തത്തിലെടുത്ത് ഇവിടുത്തെ ഈ പറയുന്ന കാണുന്ന മുഴുവൻ സ്ഥാപനങ്ങളും മറ്റുള്ളതും എല്ലാം ഗവൺമെൻറ് പണിയിച്ചാണ്. പ്രൈവറ്റ് ഏജൻസികളല്ലേ അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ നാടിൻ്റെ ഐശ്വര്യമല്ലേ ഇത്. അതിനകത്ത് ഒരുപാട് പങ്ക് അവർക്കുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏതെങ്കിലും ഒരു സമുദായത്തിനൊക്കെ വേണ്ടി മാത്രമായി മാറുന്നു എന്നൊക്കെയുള്ളതാണ് പലപ്പോഴും ഉയരുന്ന വിമർശനം. എനിക്കൊരു വിമർശനമുണ്ട്. അതെ, അർഹതപ്പെട്ടത് നമ്മൾ ചോദിക്കുന്നുണ്ട്. കുറച്ചൊക്കെ കിട്ടും. കുറച്ച് കിട്ടാത്തതിനെ സംബന്ധിച്ച് നിയമപരമായിട്ട് എന്താ അത് വാങ്ങിച്ചെടുക്കാനുള്ള മാർഗമൊന്നും ചോദിക്കും. അല്ലാതെ പാർട്ടികളുടെ പുറകെ പോകുന്ന പ്രശ്നമില്ല. ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ആളുകൾ വന്ന് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക 2-3 ദിവസമായിട്ട്. ഇവിടെ അങ്ങനെ ചെയ്യുമോ?
ഒരു വെറ്റയും പാക്കും ദക്ഷിണ തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടും പറഞ്ഞു ഇത് കയ്യിലിരുന്നോട്ടെ, അതിനകത്ത് ഒരു രൂപ ഉണ്ടെങ്കിൽ ഞാൻ കാശ് കൊടുത്തെന്ന് പറഞ്ഞു. വേണ്ടാന്ന് പറഞ്ഞു. NSS ഭിന്നശേഷിക്കാരെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നിയമനം നടന്നത്. കൊടുത്തിരുന്നാളെ അതല്ലോ, അത് അവരെ പരിഗണിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ അതിനെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തന്നെ നിയമനം നടത്തുന്നുണ്ടാണ്. അതെ, അത് അത്ര സീറ്റുകളിൽ മാറ്റി വെച്ചിരിക്കുക. അവർ ലിസ്റ്റ് അയക്കുന്ന അനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ. അപേക്ഷ അവരുടെ ആണല്ലോ കൊടുക്കേണ്ടത്. ഓരോ ജില്ലയിലും താലൂക്കിലോ മറ്റോ ഓരോ കമ്മിറ്റികളുണ്ട് ഇത് പ്രയർത്തി നിശ്ചയിക്കുന്നു. അവരുടെ ലെറ്റർ കൊണ്ടുവരും, ഓർഡർ എടുത്ത് കൈ കൊടുക്കും. എന്തുകൊണ്ട് ഐക്യം വേണ്ട എന്ന് വെച്ചു എന്നതിന് വലിയ തോതിൽ തന്നെ വിശദീകരണം നൽകുകയായിരുന്നു ജി സുകുമാരൻ നായർ.